എം.ഡി. വാസുദേവൻ നായർ സിനിമയാക്കണമെന്ന് ആഗ്രഹിച്ച ദീർഘകാവ്യമായിരുന്നു ഒ.എൻ.വി. കുറുപ്പ് രചിച്ച ഉജ്ജയിനി. എന്നാൽ അദ്ദേഹത്തിൻ്റെ ദീർഘകാല സിനിമായാത്രയിൽ ഉജ്ജയിനി ഇടം പിടിച്ചില്ല. മമ്മൂട്ടിയെ നായകനാക്കി ഹരിഹരൻ ഒരുക്കുമെന്ന് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കേൾക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇത്തരത്തിലൊരു പ്രോജക്റ്റ് സംബന്ധിച്ച് ഔദ്യോഗിക പ്രതികരണമൊന്നും വന്നിരുന്നില്ല. എന്നാൽ ഇപ്പോഴിതാ ഹരിഹരൻ ആദ്യമായി ഈ വിഷയത്തിൽ പ്രതികരിക്കുകയാണ്. വെള്ളി നക്ഷത്രം നൽകിയ അഭിമുഖത്തിലാണ് ഉജ്ജയിനി സിനിമയാക്കാനുള്ള തൻ്റെ ആഗ്രഹത്തെക്കുറിച്ച് അത് നടക്കാതെ പോയ സാധ്യതകളെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞത്. ഉജ്ജയിനി എന്ന പടം പണ്ട് എടുക്കാൻ തീരുമാനിച്ചിരുന്നു. അന്ന് ഗുഡ് നൈറ്റ് മോഹനനായിരുന്നു നിർമ്മാണം. ഞാനും മോഹനനും എം.ടി. വാസുദേവൻ നായർ സാറും കൂടി ഉജ്ജയിനിയിലൊക്കെ പോയിരുന്നു. ഗുഡ് നൈറ്റ് മോഹൻ തൽക്കാലം അത് എടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. ഈയിടെ വേണു കുന്നപ്പള്ളി ഒരു സിനിമ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് സജസ്റ്റ് ചെയ്തു. അയാൾക്ക് വലിയ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. നിങ്ങൾക്ക് താല്പര്യമുള്ള വല്ല കഥയുമുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പല കഥകളും പറഞ്ഞു. ഉജ്ജയിനിയുണ്ട്, പയ്യമ്പള്ളി ചന്തുണ്ട്, മഹാഭാരതത്തിലെ സമന്തകമുണ്ട്, ഒരു കഥയുണ്ട്. ഇവയൊക്കെയാണ് എനിക്ക് താല്പര്യമുള്ളത് ഇപ്പോഴും. ഉജ്ജയിനി പുസ്തകം വായിച്ചു കൊടുത്തപ്പോൾ വേണു പറഞ്ഞു, ഇത് നമുക്ക് എടുക്കാമെന്ന് ഹരിഹരൻ പറഞ്ഞു. സ്ക്രിപ്റ്റൊക്കെ എഴുതി വന്നപ്പോൾ മമ്മൂട്ടി അഭിനയിക്കണമെന്ന് തോന്നി. പണ്ട് വടക്കൻ വീരകഥയുടെ കാര്യം പറഞ്ഞതുപോലെ വിക്രമാദിത്യനായിട്ട് മമ്മൂട്ടി അഭിനയിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് അയാൾക്ക് കുറച്ച് അസ്വസ്ഥതകളൊക്കെ വന്നത്. അങ്ങനെ പ്രൊജക്റ്റ് ഡിലേ ആയിപ്പോയി. ഞാൻ പറഞ്ഞു, മമ്മൂട്ടി വരട്ടെ എന്നിട്ട് ആലോചിക്കാം എന്ന്. ഈയിടെ മമ്മൂട്ടി എന്താണെന്ന് ചോദിച്ചപ്പോൾ അഭിനയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഉടനെ തുടങ്ങാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. തുടങ്ങുമ്പോഴേ ഞാൻ അനൗൺസ്മെൻറ്റ് ചെയ്യൂ. മമ്മൂട്ടിയുടെ വേഗം ഡേറ്റൊക്കെ തരികയാണെങ്കിൽ അത് തുടങ്ങും. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ഗായത്രി സിനിമയുടെ ബാനറിൽ പുതുമുഖങ്ങളെ വെച്ചൊരു പടം തുടങ്ങും. ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ സിനിമയെടുത്തിട്ട് കുറേ കൊല്ലങ്ങളായി. നൃത്തവും പാട്ടും എല്ലാമുള്ള ക്ലാസിക്കലും അതേസമയം കൊമേഴ്സ്യലുമായിട്ടുള്ള വ്യത്യസ്തമായ ഒരു പടമായിരിക്കും ഉജ്ജയിനി. അതാണ് എൻ്റെ പ്രതീക്ഷയെന്ന് ഹരിഹരൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു.